കാൺപൂരിലെ ഒരു അപ്പാർട്ട്മെന്റിൽ 11 വയസ്സുള്ള ഇരട്ട കുട്ടികൾക്ക് ഉറക്ക ഗുളിക നൽകിയ ശേഷം അവരെ കഴുത്തറുത്തു കൊന്നിരിക്കുന്നു. കൃത്യം നടത്തിയതാകട്ടെ മരണം വരെ അവരെ സംരക്ഷിക്കുമെന്ന് അവർ വിശ്വസിച്ച സ്വന്തം പിതാവും. എന്താകും ആ കൊലപാതകത്തിന് പിന്നിലെ കാരണം? കാൺപൂരിലെ നൌബസ്ത പ്രദേശത്തെ കിദ്വായ് നഗറിലെ ത്രിമൂർത്തി അപ്പാർട്ട്മെന്റിലായിരുന്നു ശശിരഞ്ജൻ മിശ്രയും ഭാര്യ രേഷ്മയും 11 വയസ്സുള്ള ഇരട്ട പെൺമക്കളും 6 വയസ്സുള്ള മകനുമൊപ്പം താമസിച്ചിരുന്നത്. എന്നാൽ മറ്റെല്ലാ മനുഷ്യരെയും പോലെ ആയിരുന്നില്ല മിശ്രയുടെ സ്വഭാവം. കാൺപൂരിലെ ഒരു പാർലറിൽ ജോലി ചെയ്യുന്നതിനിടയിലാണ് രേഷ്മയും മെഡിക്കൽ റെപ്രസെന്റേറ്റീവായ മിശ്രയും തമ്മിൽ കണ്ടുമുട്ടുന്നത്. ശേഷം 2014 ഇവർ വിവാഹം ചെയ്തു. തുടക്കത്തിൽ വളരെ സന്തോഷകരമായ ജീവിതമായിരുന്നെങ്കിലും ക്രമേണ മിശ്രയുടെ സ്വഭാവം മാറാൻ തുടങ്ങി. പലപ്പോഴും മദ്യപിച്ച് രേഷ്മയെ ആക്രമിക്കുന്നത് പതിവായി. മാത്രമല്ല, ഒരു സംശയരോഗി കൂടിയായിരുന്നു ഈ മിശ്ര. സംശയരോഗം കാരണം അയാൾ വീട്ടിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിച്ചു. കൂടാതെ അവരുടെ ഇരട്ട കുട്ടികളായ പെൺമക്കൾ താമസിച്ചിരുന്ന മുറിയിലേക്ക് അമ്മയായ രേഷ്മയ്ക്ക് പോലും പ്രവേശനം നിഷേധിച്ചു. അങ്ങനെയിരിക്കെയാണ് മിശ്രയുടെ അമ്മ മരണപ്പെടുന്നത്. അമ്മയുടെ മരണത്തെ തുടർന്ന് മിശ്ര കുറച്ചു കാലമായി വളരെയധികം ഡിപ്രഷനിലൂടെയായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. തന്റെ കുട്ടികളോടൊപ്പം മരിക്കണമെന്ന ചിന്ത അയാൾക്ക് പലപ്പോഴായി വരുമായിരുന്നു. അത് മിശ്ര തന്റെ ഭാര്യയോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ ചിന്തയാകാം ഒരുപക്ഷെ അയാളെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കഴിഞ്ഞ ദിവസം തന്റെ 2 പെൺമക്കൾക്കും അയാൾ ഉറക്ക ഗുളിക നൽകി. അവർ പൂർണ്ണമായും ഉറക്കത്തിലായെന്ന് മനസ്സിലാക്കിയ മിശ്ര സ്വന്തം മക്കളെ കഴുത്തറുത്തു കൊലപ്പെടുത്തി. പുലർച്ചെ 4:30ഓടെയാണ് ഈ കൊലപാതകത്തെ പറ്റിയുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത്. ഫ്ളാറ്റിലെത്തിയ പോലീസ് കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പെൺകുട്ടികളെയായിരുന്നു. മിശ്ര തന്നെയായിരുന്നു ഈ കൊലപാതക വിവരം പോലീസിനെ അറിയിക്കുന്നത്. കുട്ടികളുടെ ഭക്ഷണത്തിൽ ഉറക്ക ഗുളിക കലർത്തി നൽകിയതടക്കം പിന്നീട് ഒരു ദിവസം മുൻപ് വാങ്ങിയ കത്തി ഉപയോഗിച്ച് കഴുത്തറുത്തതിലും പ്രതി കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും ഫോറൻസിക് സംഘങ്ങൾ സംഭവസ്ഥലം പരിശോധിക്കുകയും തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തെന്നും डेप्यूटी पुलिस कमिश्नर दीपेंद्रनाथ चौधरी പറഞ്ഞു. मॉर्निंग में लगभग 4:30 बजे यूपी 112 के माध्यम से एक सूचना मिली कि त्रिमूर्ति अपार्टमेंट जो थाना नौबस्ता क्षेत्र अंतर्गत आता है, इसमें एक पिता ने अपने 2 पुत्रियां जिनकी उम्र लगभग 11 वर्ष से जुड़वा है, उनकी गला काट करके हत्या कर दी है. इस सूचना पर सभी अधिकारियों द्वारा घटनास्थल का निरीक्षण किया गया है और डॉग स्क्वाड फॉरेंसिक टीम द्वारा भी मौके का निरीक्षण किया गया है. इसमें दोनों डेड बॉडी घर के अंदर में पड़ी हुई हैं, जिनके गले पर कटे का निशान है और इसमें जो अभियुक्त उसका पिता है उसको गिरफ्तार कर लिया गया है और इसकी और गहराई से जांच की जा रही है. इसमें फ़िलहाल कानून व्यवस्था की कहीं कोई समस्या नहीं है और सारे अधिकारी यहाँ मौके पर हैं. इसमें अभियुक्त को आज नियमानुसार जेल भेजा जाएगा और शव को पंचनामा के पश्चात पोस्टमार्टम हेतु भेजा जाएगा. ചോദ്യം ചെയ്യലിൽ തന്റെ പെൺമക്കളുടെ ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠയാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അയാൾ പറഞ്ഞത്. മിശ്ര അറസ്റ്റിലായി മണിക്കൂറുകൾക്ക് ശേഷം രേഷ്മ മിശ്രയ്ക്ക് വധശിക്ഷ നൽകണമെന്ന ആവശ്യമുന്നയിച്ച് രംഗത്തെത്തി. ഇവരുടെ ഇരട്ട പെൺമക്കളെ ക്രൂരമായി കൊലപ്പെടുത്തിയതിനു ശേഷം അദ്ദേഹം ജീവിക്കാൻ അർഹനല്ല എന്നാണ് രേഷ്മ പറയുന്നത്. मेरा पति को फांसी का सजा दे 8 के डेट में, बस मैं इतना ही चाहती. अब मैं इतना ही बोलना चाहती अभी. കൊലപാതകം നടന്ന രാത്രി വീടിനുള്ളിൽ നടന്ന സംഭവങ്ങളും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന രേഷ്മ കുറ്റകൃത്യത്തെക്കുറിച്ച് എങ്ങനെ അറിഞ്ഞു എന്നതുൾപ്പെടെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഭാര്യയുടെ പരാതിയിൽ നൌബാസ്റ്റയിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് വരെ സാധാരണ പോലെയായിരുന്നു വീട്ടിലെ കാര്യങ്ങൾ നടന്നിരുന്നതെന്നാണ് രേഷ്മ പോലീസിന് നൽകിയ വിവരം. അതോടൊപ്പം CCTV ക്യാമറയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കുകയാണിപ്പോൾ പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.